പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടത്തേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഷാലോം ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന സർവ്വ ദൈവമക്കളെയും അങ്ങേ കരങ്ങളിലേക്ക് പൂർണ്ണമായി അർപ്പണം ചെയ്യുന്നു. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ചു തരണമേ. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ജീവിതത്തെ നവീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനും ആവശ്യമായ കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മീയ മർമ്മങ്ങൾ, ആത്മീയ രഹസ്യങ്ങൾ. ആമുഖമായ വചനം തരുന്നു. 1 യോഹന്നാൻ 2:17. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നവരാകട്ടെ എന്നേക്കും ജീവിക്കും. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നവരാകട്ടെ എന്നേക്കും നിലനിൽക്കും. മക്കളെ, ജീവിച്ചിരിക്കുമ്പോൾ നാം എന്ത് തീരുമാനം എടുക്കുന്നുവോ അതാണ് മരണശേഷം നമുക്ക് ലഭിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ പാപവും പാപമാർഗങ്ങളും തിരഞ്ഞെടുത്താൽ അതിന്റെ ഉത്ഭവസ്ഥാനമായ നരകമായിരിക്കും അവന്റെ സമ്മാനം. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ല തീരുമാനങ്ങളെടുത്ത് പുണ്യമാർഗങ്ങളിലൂടെ നടന്ന് പുണ്യമായ ജീവിതം നയിച്ചാൽ അവർക്ക് കിട്ടുന്ന സമ്മാനമാണ് സ്വർഗഭാഗ്യം. അവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് നിത്യജീവൻ. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ തിരഞ്ഞെടുക്കാൻ പല വഴികൾ ഉണ്ടായിട്ടും വിശുദ്ധാത്മാക്കൾ സ്വതന്ത്ര മനസ്സോടെ ദൈവഹിതത്തെ, സ്വർഗത്തെ തിരഞ്ഞെടുത്തു. ഈശോയെ തിരഞ്ഞെടുത്തത് എന്തെങ്കിലും സ്വാർത്ഥപരമായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, എല്ലാം നഷ്ടപ്പെടുകയാണ്. ഏറെ വേദനയും കുരിശും സഹിക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും ബന്ധുക്കളും സ്വന്തക്കാരും പ്രിയപ്പെട്ടവരും അകന്നുപോകുമെന്നറിഞ്ഞിട്ടും നിന്ദനം, പീഡ, കാരാഗ്രഹം, മരണം എന്നിവ ലഭിക്കുമെന്ന് അറിഞ്ഞിട്ടും ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കാതെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന വിശുദ്ധരുടെ തീരുമാനം എത്രയോ വീരോചിതമാണല്ലേ. ആർക്കത് സാധിക്കുക? സ്വർഗീയമായി ജീവിക്കുന്നവർക്കാണ് അത് സാധ്യതമായി തീരുക. യേശുവിനെ അവർ അനുഭവിച്ച നാൾ മുതൽ എല്ലാറ്റിനേക്കാൾ ഉപരിയായി സ്വർഗത്തെ, യേശുവിനെ അവർ സ്നേഹിച്ചു. മറ്റൊന്നിലേക്കും അവരുടെ ശ്രദ്ധ പോയില്ല. ഈശോയെ അവർ അനുകരിച്ചു, ഈശോയെ അവർ അനുഗമിച്ചു, ഈശോയിൽ അവർ ആശ്രയം വെച്ചു. ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടി എന്ത് ക്ലേശങ്ങളും ത്യാഗങ്ങളും സഹിക്കാൻ അവർ തയ്യാറായി. സ്നേഹിച്ചും ആശ്രയിച്ചും മഹത്വപ്പെടുത്തിയും യേശുവിനെ ജീവൻ നൽകിയ കർത്താവിന് ജീവിതം കൊടുക്കാൻ അവർ തയ്യാറായി. ഒരു മെഴുകുതിരിയുടെ 2 അറ്റങ്ങൾ കത്തുന്നത് പോലെ ആത്മവിശുദ്ധീകരണത്തിനും അവരന്റെ നന്മയ്ക്കും വേണ്ടി അവർ അക്ഷീണം യത്നിച്ചു എന്നുള്ളതാണ് അവിടെ ജീവിതത്തിന്റെ പ്രത്യേകത. സ്വർഗത്തിലെത്താൻ ശരീരാവയവങ്ങൾ തടസ്സമാകുന്നുവെങ്കിൽ അത് വെട്ടിമാറ്റുക എന്ന് ഈശോ നിർബന്ധപൂർവം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യത്തിലൂടെ യേശു പറയുന്നു, നിന്റെ കൈയോ
കാലോ പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക. ഇരു കൈകളുമായി ഇരു കാലുകളുമായി നീ നിത്യ നരകാഗ്നിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് അംഗവിഹീനനായോ മുടന്തനായോ ജീവന്റെ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതല്ലേ കൂടുതൽ നല്ലത്? നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളോടുകൂടെ നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു കണ്ണുള്ളവനായി ജീവന്റെ നാട്ടിലേക്ക് പ്രവേശിക്കാൻ? പ്രിയപ്പെട്ടവരെ, കൈകളും കാലുകളും കണ്ണുകളും നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും, ശ്രദ്ധിക്കുക, കൈകളും കാലുകളും കണ്ണുകളും നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ഈശോ നമ്മെ മാടി വിളിക്കുകയാണ്, നമ്മെ പ്രചോദിപ്പിക്കുകയാണ്. കൈകളും കാലുകളുമായി വിശാലമായ നരകത്തിന്റെ വീതിയിലൂടെ നടക്കുന്നതിനേക്കാൾ നല്ലത് ഇടുങ്ങിയ വഴിയുടെ കടന്നു വരാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം നിർബന്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീര അവയവങ്ങൾ പ്രിയപ്പെട്ടതാണെങ്കിലും വിലപ്പെട്ട സ്വർഗം നഷ്ടപ്പെടുത്താതെ ജീവിക്കുക അത് വലിയ കാര്യമാണ്. കണ്ണും മൂക്കും കൈയും കാലുകളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണ്. എന്നാൽ വിലപ്പെട്ട സ്വർഗത്തിന് വേണ്ടി അവയെ മാറ്റി നിർത്താനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുനാഥൻ കടന്നു വരുന്നത്. ഈശോ നിർബന്ധിക്കുകയാണ്, വിലപ്പെട്ട സ്വർഗത്തിന് വേണ്ടി നീ എന്താണ് മാറ്റിവെക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ തുടരെ രോഗങ്ങൾ ഉണ്ടായാൽ, ശരീരത്തിൽ പല വിധത്തിലുള്ള രോഗപീഠകൾ ഉണ്ടായാൽ നമ്മുടെ കഴിവുകളും നമ്മുടെ സാധ്യതകളും ദുർബലമാകുന്നത് പോലെ തന്നെ മോഹങ്ങളുടെ പിറകെ പോയാൽ, പാപങ്ങളുടെ പിറകെ പോയാൽ ആത്മാവിന്റെ കഴിവും ആത്മാവിന്റെ പ്രസരിപ്പും അതിന്റെ സാധ്യതകളും എന്നേക്കുമായി നമ്മൾ നശിപ്പിച്ചു കളയാണ് ചെയ്യുന്നത്. ഓർമ്മയിൽ വെക്കണം, ലഹരി വസ്തുക്കൾ നാവിന്റെ രുചി അറിയാനുള്ള കഴിവിനെ നശിപ്പിക്കുന്നത് പോലെ തന്നെ പാപം ചെയ്യുന്നവർക്ക്, തിന്മയുടെ വഴിയുടെ നടക്കുന്നവർക്ക്, മോഹങ്ങളുടെ പിറകെ പോകുന്നവർക്ക് ആത്മാവിന്റെ കഴിവോ ആത്മാവിന്റെ സൗന്ദര്യമോ ഇല്ലാതാകുന്നത് അവർ പോലും അറിയുന്നില്ല. നിരന്തരം പാപമാർഗത്തിൽ ജീവിക്കുന്നവർക്ക് പുണ്യജീവിതത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കില്ല. എന്ന് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നവർക്ക് വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി പിടിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പാപ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവർക്ക് മാത്രമേ പുണ്യജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹത്തെ തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംഘർഷം, ഒരു സംഘട്ടനം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ആത്മാവും ശരീരവും തമ്മിലുള്ള സംഘട്ടനം. വിശുദ്ധ പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ 3 തരം മനുഷ്യരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാമത്തെ മനുഷ്യൻ ജഡിക മനുഷ്യൻ, രണ്ടാമത്തെ മനുഷ്യൻ ലൗകിക മനുഷ്യൻ, മൂന്നാമത്തെ മനുഷ്യൻ ആത്മീയ മനുഷ്യൻ. ജഡിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജഡം എന്താണോ പറയുന്നത് അതനുസരിക്കുന്നു. ഇപ്പൊ കുടിക്കാൻ തോന്നി കുടിക്കാൻ പോയി, ഇപ്പൊ കളിക്കാൻ തോന്നി കളിക്കാൻ പോയി, സെക്സ് ചെയ്യാൻ തോന്നി സെക്സ് ചെയ്യാൻ തോന്നി,
അവൻ അതിൽ പ്രവർത്തിക്കുന്നു. എന്താണോ ജഡം പറയുന്നത് അത് പ്രവർത്തിക്കുന്നവരാണ് ജഡിക മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ പാപത്തെയും അനുതാപത്തെയും കണ്ണീരിന്റെ വില അവൻ മനസ്സിലാക്കുന്നില്ല. ദൈവഭയത്തെയും ദൈവഭക്തിയും ഇല്ലാതെ സ്നേഹത്തെ ദുർബലമാക്കുന്നത് അവൻ അറിയുന്നില്ല. പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനോ പുണ്യപരമായ കാര്യങ്ങളിൽ വളരുവാനോ അവന് സാധിക്കുന്നില്ല. കാരണം ലോക വസ്തുക്കളെ കൊണ്ട് ഹൃദയം നിറഞ്ഞാൽ, ലോക ആരൂപി കൊണ്ട് ഹൃദയം നിറഞ്ഞാൽ അവൻ ജഡികമായി ചിന്തിക്കാനേ ജഡികമായി പ്രവർത്തിക്കാനേ അവന് സാധിക്കുകയുള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ, എന്റെ ജഡിക മനുഷ്യനെ കൊന്നുകളഞ്ഞ് ആത്മീയതയിലേക്ക് വളരാനാണ് പൗലോസ്ലീഹ പറയുന്നത്. രണ്ടാമത്തെ മനുഷ്യനാണ് ലൗകിക മനുഷ്യൻ. ജഡിക മനുഷ്യനേക്കാൾ ഡേഞ്ചറാണ് ലൗകിക മനുഷ്യൻ. നമുക്കറിയാം, ജഡത്തിന്റെ വ്യാപാരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, വിദ്വേഷം, മദ്യപാനം. ഇതാണ് ജഡം പ്രേരിപ്പിച്ച ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നത്. അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന എത്രയോ കുടുംബങ്ങളാണ്. സഹോദരന്മാർ തമ്മിൽ അകലുന്നു, കുടുംബങ്ങൾ തകരുന്നു, ഭാര്യ ഭർത്തൃ ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമായി തീരുന്നു, ജീവിതം തന്നെ നാശത്തിന്റെ ഗർത്തത്തിലേക്ക് പതിക്കുന്നു. ലൗകിക മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ ആൾ വളരെ ഡീസന്റാ, ആൾ വളരെ ലോജിക്കലായിട്ടാണ് സംസാരിക്കുക, വളരെ സിസ്റ്റമാറ്റിക്കാണ്. പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു പോകും. ഒരാള് പള്ളിയിലേക്ക് പോകണം, എവിടേക്ക് പോവുക? പള്ളിയിലേക്ക് പോകുക. എന്നിട്ട് എത്ര നേരത്തെ പോകുന്നത്? അല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരാധനയുണ്ട്, എനിക്കത് നിൽക്കുന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, 2 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ പോകട്ടെ, നിൽക്ക്, നമുക്ക് കഴിയുന്നതിന് മുമ്പ് അവിടേക്ക് എത്തിച്ചേരാം. അങ്ങനെ പറഞ്ഞ് 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 ആ ആത്മീയ അഭ്യാസനത്തിന് പോകാൻ പറ്റാത്ത വണ്ണത്തിൽ നേരം വൈകി എത്തിച്ചേരുകയാണ്. ഒന്ന് നോക്കിയേ, അവൻ വളരെ സിസ്റ്റമാറ്റിക്കാണ് സംസാരിക്കുക, വളരെ കൃത്യതയോടുകൂടിയാണ് സംസാരിക്കുക. എന്തുണ്ടായി? കുർബാനയുടെ സമയം, അല്ലെ ആരാധന സമയം, അതൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന ഒരു ദുർഭഗമായ അവസ്ഥയിലേക്ക് എത്തുകയാണ്. അധികമായ സംസാരവും അധിക കൂട്ടുകെട്ടും മൂലമായിട്ട് മനുഷ്യന് മടുപ്പുണ്ടാക്കും. മാത്രമല്ല, നിത്യരക്ഷയെ അപകടത്തിലാക്കാൻ, സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനുള്ള മാർഗത്തെ അത് കഷ്ടതരമാക്കി തീർക്കുവാൻ ലൗകിക മനുഷ്യന് എളുപ്പത്തിൽ സാധിക്കും. കാരണം അവന്റെ വാക്കും അവന്റെ സംസാരവും അവന്റെ വസ്ത്രധാരണവും അവന്റെ പെരുമാറ്റ രീതിയൊക്കെ മൂലമായിട്ട് എത്രയോ കുരുന്ന് ഹൃദയങ്ങൾ, എത്രയോ യുവതി യുവാക്കന്മാർ പെട്ടുപോയിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജഡിക മനുഷ്യനേക്കാൾ ഡേഞ്ചർ ആയിരിക്കുന്നത് ലൗകിക മനുഷ്യനാണ്. നീ ഇപ്പോൾ ചിന്തിക്കണം, ഞാൻ ഒരു ജഡിക മനുഷ്യനാണോ അതൊരു ലൗകിക മനുഷ്യനാണോ? എന്റെ നിത്യരക്ഷ അപകടത്തിലാക്കുന്ന ഏതെങ്കിലും തിന്മകൾ എന്റെ കൂട്ടുകാരനിലൂടെ, ഏതെങ്കിലും വ്യക്തിയിലൂടെ എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താനായിട്ട് തയ്യാറാകണം. അന്ധകാരത്തിന്റെ ശക്തികളെ എടുത്തു മാറ്റിയാലാണ് നമുക്ക് പ്രകാശത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുക. ഒരിക്കൽ ധ്യാനത്തിൽ കൂടിയ ഒരു ചെറുപ്പക്കാരൻ പറയുകയായിരുന്നു, അച്ചോ, ജഡിക മനുഷ്യനെയും ലൗകിക മനുഷ്യനെയും അതിജീവിക്കാൻ വലിയ പ്രയാസമാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷനിൽ കടന്നു ചെന്നു. എല്ലാവർക്കും അവിടെ മദ്യം വിളമ്പിയിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളം കുടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതൊന്ന് സാരയിലോടോ, താനൊരു ധ്യാനത്തിൽ പോയെന്ന് വിചാരിച്ച് ഒരു പെഗ് അടിച്ചുകൊണ്ടൊന്നും അതിന്റെ ചൈതന്യം പോകില്ലെന്ന്. ഞാൻ വീണില്ല അച്ഛാ, ഞാൻ പിടിച്ചു നിന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് പിടിച്ചു നിന്നു. ഞാൻ പറഞ്ഞു, ഇതാണ് ആത്മീയ മനുഷ്യൻ. ധ്യാനത്തിൽ കേൾക്കുമ്പോൾ കുറെ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകുകയും
ധ്യാന ഹാളിൽ വെച്ച് കുറെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത് തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു സെലിബ്രേഷൻ പങ്കെടുക്കുന്ന സമയത്ത് നമ്മെ മാടി വിളിക്കുന്നതിനോട് നോ പറയാൻ സാധിക്കുന്നവരാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത്. അവൻ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ആത്മീയ നേത്രങ്ങൾ കൊണ്ടാണ്. കുർബാന, കുമ്പസാരം, ദൈവവചന വായന, ജപമാല, കരുണയുടെ കൊന്ത, ഇതിനൊക്കെ ആത്മീയ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രാധാന്യമുണ്ട്. അതാണ് അവനെ ആത്മീയനാക്കി തീർക്കുന്നത്. ഒരിക്കൽ ഒരമ്മയും അപ്പനും കൂടി ഒരു മകളെ കൂട്ടിക്കൊണ്ടുവന്നു. അവൾ ഒരു സ്നേഹബന്ധത്തിൽ കുടുങ്ങിയതാണ്. അന്യജാതിയിൽപ്പെട്ട ഒരു യുവാവുമായി അവൾ സ്നേഹത്തിലായി, സൗഹൃദത്തിലായി. ഏതാനും നാളുകളായി മാതാപിതാക്കന്മാർ പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല. ഒരു നാൾ എങ്ങനെയോ മാതാപിതാക്കന്മാരുടെ കൂടെ ഈ ധ്യാന മന്ദിരത്തിൽ എത്തുകയാണ്. ഞാൻ കുറെ നേരം സംസാരിച്ചു. ഒരു അലിവ് അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം അമ്മ ചെയ്തിട്ടുണ്ട്. നീ രോഗിയായി തീർന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. നിനക്ക് സീരിയസ് ആയിരിക്കുന്ന ആ പനി വന്ന സമയത്ത് ഒരു പടയോട്ടം പോലെ അപ്പനും അമ്മയും കാറിൽ കൊണ്ടുപോയതൊക്കെ നീ ഓർക്കുന്നില്ലേ? നിനക്ക് ഫീസ് കൊടുക്കാൻ പണമില്ലാതിരുന്ന സമയത്ത് കടം വാങ്ങിച്ചിട്ടല്ലേ മോളെ നിനക്കത് തന്നത്? നിന്റെ കൂട്ടുകാരിയുടെ ഒരു സെലിബ്രേഷൻ പോയപ്പോൾ നിനക്ക് ആ ഡ്രസ്സൊക്കെ എടുത്തു തന്നത് അപ്പനും അമ്മയൊക്കെ എന്തുമാത്രം സഹിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം ഫാദറെ. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്ന കണ്ടു. അത് അനുതാപത്തിന്റെ കണ്ണുനീരായിരുന്നു. അവൾ പറഞ്ഞു, അച്ചോ എനിക്കൊന്ന് കുമ്പസാരിക്കണം. അവൾ മുട്ടുകുത്തി കുമ്പസാരിച്ചു. കുർബാനയ്ക്ക് കൊടുത്തു. കുറച്ചു നേരം അവൾ തനിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടു. ഞാൻ അതിൻ്റെ പിറകിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫാദറെ, ഞാൻ ആ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വിലപ്പെട്ട ക്രിസ്തുവിനെ, സ്വർഗത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, എൻ്റെ അപ്പൻ്റെ കണ്ണുനീരെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകില്ല. ഇത് തീരുമാനമാണ്. അന്ന് ആ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണിൽ നിന്നും ഇന്ന സന്തോഷത്തിൻ്റെ കണ്ണുനീർ കണങ്ങൾ ഇന്ന് ഞാൻ ഓർക്കുകയാണ്. ആത്മീയമായ ഒരു നേത്രം തുറന്നു കിട്ടിയാലാണ് അപ്പനും അമ്മയും അധികാരികളും നല്ല സഹപ്രവർത്തകരും പറയുന്നത് അനുസരിക്കാനായിട്ടുള്ള കൃപ കിട്ടുക. ഇതൊരു ആത്മീയ മനുഷ്യനാണ് സാധിക്കുക. ഇതൊക്കെ എത്ര പേർക്ക് കിട്ടും? തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് മാത്രം. എത്രയോ പേർ നാശത്തിന്റെ കൊടുംകുഴിയിൽ ഇന്ന് തകർന്നു കിടക്കുകയാണ്. ഒരു ആത്മീയ വ്യക്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളൊരു വ്യക്തിയാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു വ്യക്തിയാണ് ഒരു ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത്. വഴിതെറ്റി നടക്കുന്നവർക്ക് പ്രകാശം നൽകുന്നവനാണ് ഒരു ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കൊണ്ടുവരുവാൻ പ്രവൃത്തി എടുക്കുന്നവനാണ് ഒരു ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്തവർക്ക് കൂടെയിരുന്നും പ്രാർത്ഥിച്ചും സഹരിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നവനാണ് ഒരു ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത്. എല്ലാറ്റിനുപരിയായി ആത്മീയമായും ബുദ്ധിപരമായും ഭൗതികമായും വളർത്താൻ പരിശ്രമിക്കുന്നവനാണ് ഒരു ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത്. എന്റെ മക്കളെ, ശരീരത്തിന്റെ എല്ലാ ആവശ്യങ്ങളും തൃപ്തിപ്പെടുത്തിയാൽ ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധാത്മാവാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ശരീരത്തിന്റെ ആവശ്യങ്ങൾ, അതിന്റെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്ക് പ്രത്യുത്തരം നൽകാൻ സാധിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവാണ് നമുക്ക് പ്രബോധനം തരുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് നിറയണമേ, നന്മയുടെ വഴിയിലൂടെ നടത്തണമേ, ദൈവഹിതം എന്താണെന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളുമാണ്.
ദൈവാത്മാവിനാൽ നയിക്കപ്പെടണമെങ്കിൽ ആത്മീയമായ നേത്രങ്ങൾ തുറന്നു കിട്ടണം. വിശുദ്ധനായ പാതിരി പിയോ താൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മുട്ടുകുത്തുമ്പോഴും മുള്ളരഞ്ഞാണ് അരയിൽ കെട്ടി ത്യാഗങ്ങൾ എടുത്തിരുന്നു എന്ന് ജീവചരിത്രത്തിന് വായിക്കുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജഡികമായ പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ ഒരു റോസാ തോട്ടത്തിന്റെ ആ റോസച്ചെടിയിൽ മുള്ളിൽ കിടന്ന് ഉരുണ്ട് അതിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് വായിക്കുന്നുണ്ട്. ആ റോസാ ചെടികൾക്ക് ഇന്നും മുള്ളുകളില്ലത്രേ. വിശുദ്ധ അഗത്തോൺ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ 3 വർഷക്കാലം വായിൽ കല്ലിട്ടു നടന്നു എന്ന് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് ലോകത്തിന്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് പോകാതെ ദൈവഹിതം അനുസരിച്ച ചില വിശുദ്ധാത്മാക്കളുടെ ജീവിത മാതൃകകളാണ്. വചനം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-4 തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും പരിശുദ്ധിയോടെ ജീവിക്കണം. നമ്മൾ വിവേകമതികളായി തീരണം. നമ്മൾ വിജ്ഞാനികളായി തീരണം. ജ്ഞാനമുള്ളവരായി തീരണം. അതാണ് കർത്താവ് പറയുന്നത്. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടുകൂടെ ക്രൂശിക്കപ്പെടണം. നമുക്ക് കരങ്ങൾ കൂപ്പാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകും. ദൈവഹിതം അനുവർത്തിക്കുന്നവരാകട്ടെ എന്നേക്കും ജീവിക്കും. നശ്വരമായ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതത്തിലേക്ക്, ക്ഷയമുള്ള ജീവിതത്തിൽ നിന്ന് അക്ഷയമുള്ള ജീവിതത്തിലേക്ക് ഈ ശുശ്രൂഷ സംബന്ധിച്ച ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് നയിക്കണമേ. ആമേൻ.